അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ഈ പട്ടം കണ്ടില്ലേ? എത്ര മനോഹരമായിട്ടാണ് അത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നത്. ഈ പട്ടം വിചാരിക്കുകയാണ്, ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് സ്വതന്ത്രമായിട്ട് എനിക്ക് ഒന്നുകൂടി ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ആ പട്ടം ചിന്തിച്ച് അതിന്റെ ആ ഒരു നൂല് അത് മുറിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയേക്കാം. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഏറ്റവും വലിയ ഒരു തകർച്ചയിലേക്കായിരിക്കും ആ പട്ടം പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ അല്ലേ? കുട്ടികളോട് പറയാനുള്ള കാര്യം എന്താണ്? പലപ്പോഴും പാരൻസിനോട് കുട്ടികൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ നിയന്ത്രിക്കുന്നത്? എന്താണ് നിങ്ങൾ എനിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം തരാത്തത്? എന്താ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ സാധിക്കാത്തത്? ഇങ്ങനെ പാരൻസും കുട്ടികളും തമ്മിൽ നടക്കുന്ന തർക്കം നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഓരോ രക്ഷിതാവും ഒരു കുട്ടിയുടെ പുരോഗതി ആഗ്രഹിക്കുന്നവരും ഏറ്റവും നല്ല ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാവ് കുട്ടിയെ നിയന്ത്രിക്കുന്നു. ആ നിയന്ത്രിക്കുന്ന സന്ദർഭത്തിലാണ് കുട്ടിക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുക. കാരണം അവിടെ അഡ്വേഴ്സ് ആയിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ പട്ടത്തെ നിയന്ത്രിക്കുന്നത് പോലെ രക്ഷിതാവ് കുട്ടിയെ നിയന്ത്രിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിയന്ത്രിച്ച് വരുതിയിൽ വരുത്തുന്ന ഘട്ടത്തിലാണ് ഒരു കുട്ടി അതിന്റെ വളർച്ച പൂർത്തീകരിക്കുന്നതും ഏറ്റവും നല്ല പൊസിഷനിലേക്ക് എത്തുന്നതും.